ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. ഞായറാഴ്ച രാവിലെ 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. പിള്ളേർക്ക് സൺഡേ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് 7:30 ബസ്സിന് പോകണേ. അപ്പോൾ രാവിലെ ചോറ് വെച്ചിട്ടുണ്ട്, തിളയ്ക്കാനായിട്ടുണ്ട് കേട്ടോ. തിളച്ചിട്ട് വേണം റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചേമ്പ് കറി വെക്കുന്നുണ്ട്, പിന്നെ വെണ്ടയ്ക്കായും കോവയ്ക്കായും കൂടെ മെഴുക്കുരട്ടിയും വെക്കുന്നുണ്ട് കേട്ടോ. തലേ ദിവസത്തെ കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു, അതൊക്കെ തിളപ്പിച്ചും വെച്ചു. ഇന്നിപ്പോൾ മമ്മി വരുന്നുണ്ടേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ നാട്ടിലേക്ക് മമ്മി വന്നതാണ് കേട്ടോ, കസിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകാത്തത് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പോകാമെന്നും പറഞ്ഞ്, ഞങ്ങളൊക്കെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് 2 ദിവസത്തേക്കായിട്ട് വന്നതാണ്. ആങ്ങളയുടെ കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് അവൾക്ക് ക്ലാസ്സിലൊക്കെ പോകേണ്ടതുമാണല്ലോ. അതുകൊണ്ട് മമ്മിക്ക് അങ്ങനെ നിൽക്കാനൊന്നും നേരമില്ലായിരുന്നേ. പിന്നെ വേഗം അടിച്ചു വാരി തറയൊക്കെ തുടയ്ക്കുന്നുണ്ട്. സമയം 7 മണി ആവാനായിട്ടുണ്ട്. ഇവിടുന്ന് 7:30 ബസ്സിന് ബത്തേരിക്ക് പോകണം. 8 മണിക്കാണ് പിള്ളേർക്ക് സൺഡേ സ്കൂൾ. അന്നേരത്തേക്ക് പണികളെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പണികളെല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാൻ തുണി അലക്കിയതെല്ലാം വിരിക്കാൻ വേണ്ടിയിട്ട് അക്കുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിച്ചിട്ട് വേഗം ഒരുങ്ങണം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് 7 മണി ആയപ്പോഴത്തേക്ക് ഓടി നടന്ന് എല്ലാ പണികളും ചെയ്തൊക്കെ തീർത്തു. പിന്നെ മുറ്റമൊക്കെ അക്കു അടിച്ചു വാരി തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ കൊണ്ട് പറ്റുന്നതൊക്കെ അവൾ ചെയ്തു. മഞ്ഞ് വീഴ്ചയുണ്ട്, നല്ല തണുപ്പുമുണ്ട്, അതുകൊണ്ട് മൂടിപ്പോതച്ച് അവൾ മുറ്റമൊക്കെ തൂക്കുന്നേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി പള്ളിയിലേക്ക് ഇറങ്ങി. ഉച്ചയ്ക്ക് ഞങ്ങൾ പള്ളിയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് മമ്മിയും ചേട്ടായും ബത്തേരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒന്നിച്ചാണ് പോകുന്നത്. ആദ്യം വിചാരിച്ചത് മമ്മിയും ചേട്ടായും ആദ്യം വീട്ടിലെത്തുമെന്നാണ്. ഞങ്ങൾ പിന്നെയും വരത്തുള്ളെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചുരത്തിൽ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് അവർ കുറച്ച് താമസിച്ചാട്ടോ വന്നേ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് വീട്ടിലേക്ക് പോരുന്നതിൻ്റെ ഇടയ്ക്ക് കോഴിക്ക് കുറച്ച് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് മൃഗാശുപത്രിയിൽ കയറിയതാണ്. അക്കു ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ എടുക്കാനൊന്നും എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ. ഓരോരോ തിരക്കുകളായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ചോറൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. വൈകുന്നേരത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കുന്ന സമയത്താട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. പുട്ടും ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അത് വേണ്ടവർ അത് കഴിക്കുന്നുണ്ട്. ഇത് ഇന്ന് രാവിലത്തെ വീഡിയോയാണ്. ഞാനും അക്കുവും കൂടെ രാവിലെ പാല് മേടിക്കാൻ വേണ്ടി പോയായിരുന്നു. കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ മിക്സിയിലൊന്ന് ചെറുതായിട്ട് ചതച്ച് എടുത്തത് കേട്ടോ. എല്ലാം കൂടെ പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്തേക്ക് എന്നൊക്കെ ഇടുന്നത് മമ്മിയാണ് ഉണ്ടാക്കുന്നത്. കരിയാപ്പില ഇടുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയ കരിയാപ്പില. ഇതൊരു ശകലം നാരകത്തിൻ്റെ ഇല, ചെറുനാരകത്തിൻ്റെ ഇലയാണ് ഇടേണ്ടത്. കുറച്ച് മതി, അതൊന്നും ഒത്തിരി വേണ്ട. തേങ്ങ കുറവായതുകൊണ്ട് കുറച്ച് മതി. തേങ്ങ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വേണം അല്ലേ? തേങ്ങയുടെ അനുസരിച്ച്. പിന്നെ മുളക് എരിവിൻ്റെ അനുസരിച്ച് എടുക്കണം, വറ്റൽ മുളക്. പിന്നെ ഇഞ്ചി, ഒരു കുറച്ച് മല്ലി, പച്ചമല്ലി, പിന്നെ ചെറിയ ഉള്ളി. പിന്നെ വെളുത്തുള്ളി വേണ്ടല്ലോ? വേണ്ട. പിന്നെ മല്ലി കുറച്ച് മതി കേട്ടോ, തീരെ കുറച്ച് മതി, അധികമായി പോവല്ലേ. ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇടുമല്ലേ? മുളക് മുറിക്കൊന്നും വേണ്ടല്ലോ? വേണ്ട, അതിനകത്തൊന്നും മുട്ടോളൂ. ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? കുരുമുളകൊന്നും വേണ്ടല്ലോ? വേണ്ട, കുരുമുളക് നമ്മൾ ഇടില്ല. ചിലരൊക്കെ കുരുമുളകൊക്കെ ഇടലുണ്ട്, നമ്മളിടത്തില്ല. ഇത്ര മതി. ഇത് ഇളക്കി നല്ലോണം മൂത്ത് വരണം. കൈ കൊണ്ട് തിരുമണോ? തവി കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് അടുപ്പിലോട്ട് വെച്ച് തീ കത്തിച്ച് ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ. നല്ലപോലെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് മൂപ്പിച്ചെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കാതെ കേട്ടോ മൂപ്പിച്ചെടുക്കുന്നേ, ചെറിയ തീയിൽ വെച്ചിട്ടില്ലേ മേ? അടി പിടിക്കാതെ നല്ലോണം ഇളക്കണം. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും. കരിയാതെ വറുത്തെടുക്കണം. ഈ ചീനച്ചട്ടിയിൽ വറക്കാൻ പറ്റാത്തതുകൊണ്ട് ഉരുളിയിലേക്ക് മാറ്റുവാണേ. അക്കുവിന് ഇന്ന് അവധിയില്ല, ക്ലാസ് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ ട്യൂഷന് പോയിട്ട് വന്നതാ. അത് ഞാൻ പറഞ്ഞു, വീഡിയോ എടുത്തു. ഏകദേശം നോക്കില്ലേ? നോക്കണം, ആയില്ല, ഏകദേശമായി. നല്ല ഡാർക്ക് കളറാവണോ? ഇച്ചിരി കൂടെ ഡാർക്ക് ആവണം, അല്ലെ സമ്മന്തിപ്പൊടി പൊടിക്കുമ്പോൾ വെളുത്തിരിക്കും. നല്ല കളർ വേണമെങ്കിൽ ഇച്ചിരി നന്നായിട്ട് നല്ലോണം കരിയാതെ മൂത്ത് വരണം അല്ലേ? സമ്മന്തിപ്പൊടിക്കൊരു കാപ്പിപ്പൊടിയുടെ പോലത്തെ കളർ, അത്രയും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു കളറല്ലേ വരുന്നത്.
ഉപ്പും പുളിയും കൂടെ ആദ്യം ഒന്ന് കറക്കണം. എന്നിട്ട് മുളകും ഇടണം. മുളക് നല്ലോണം മൂത്താണ്ട് വേഗം പൊടിയുമല്ലോ. ഇതുണ്ടോ ഒടിഞ്ഞ്, ഈ ഒടിയുന്ന പരുവാണ് കണക്ക്. ആറുമ്പോഴേ ഇങ്ങനെ ഒടിഞ്ഞ് വരത്തുള്ളൂ. ഇങ്ങനെ ഒടിയുമ്പോഴത്തേക്കും എല്ലാം കണക്കായി. എന്നിട്ട് അതങ്ങനെ അങ്ങ് പൊടിച്ചാൽ മതി. മമ്മി ഇത് തന്നെ പൊടിക്കാനല്ലേ എടുത്തു വെച്ചേക്കുന്നത്? ഉപ്പും പുളിയും മുളകും. ആദ്യം ഉപ്പും പുളിയും കൂടെ പൊടിക്കണം. എന്നിട്ട് ഈ മുളകും കൂടി ഇട്ടൊന്ന് കറക്കണം. എന്നിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് കറക്കണം. ഒട്ടും വെള്ളമയം ഉണ്ടാകില്ലേ. ഒരു പാത്രം എടുക്കുന്ന പാത്രത്തിൽ ഒന്നും വെള്ളമയം ഉണ്ടാകില്ല. ഇത് വെച്ചേക്കാനുള്ളതല്ലേ, അതുകൊണ്ട് വെള്ളമയം ഉണ്ടായി പോത്തു. ചമ്മന്തിപ്പൊടിയൊക്കെ പൊടിച്ചെടുത്തു. ഇച്ചിരി എണ്ണയുള്ള തേങ്ങ ആയതുകൊണ്ട് കുഴഞ്ഞായിരിക്കുന്നത്. കുഴയാതെ വേണമെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് വേണം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തേങ്ങാപ്പാൽ കൊണ്ട് അന്ന് തന്നെ വല്ല പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയോ വെച്ചാൽ മതി. ഇതിപ്പം തേങ്ങാപ്പാൽ പിഴിയാതെയാണ് ഞങ്ങൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട് പൊടിച്ചെടുത്തത്. ഇച്ചിരി കുഴഞ്ഞിരുന്നാലും തേങ്ങാപ്പാൽ പിഴിയാതെ ഉണ്ടാക്കുന്ന കേട്ടോ ടേസ്റ്റ് കൂടുതൽ. പക്ഷേ എവിടെയെങ്കിലും കൊണ്ടുപോകാനോ പിന്നെ കുറച്ച് നാൾ എടുത്ത് വെക്കാനോ ഒക്കെ ഉള്ളതാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന കേട്ടോ നല്ലത്. കാഴ്ച കാണുക. ഇതിലെ കായൊക്കെ കഴിയാനായില്ലേ? പുതിയത് വിത്തിടണം. ബീൻസോ? ബീൻസ് കുറച്ച് മൂത്തുപോയി. പെട്ടെന്ന് മൂക്കും ഇത്. ചീരയോ? ചീര അത് മൂത്തുപോയില്ലേ? ഇവിടുന്ന് മണ്ട ഇവിടുന്ന് ഉള്ളി വിടണം പൊട്ടിക്കിളുക്കാൻ. തൈ ആയതുകൊണ്ട് എടുക്കരുത്. എടുക്കാൻ അത്യാവശ്യം വന്നാൽ ഇവിടുന്ന് കത്രിക കൊണ്ട് മുറിക്കണം. ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒടിക്കരുത്. അറ്റത്തുനിന്ന് പോയി 2-3 അല്ല ഒരു 3-4 ഇല നിൽക്കുന്ന പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇവിടുന്ന് മുറിച്ച് ബാക്കി അവിടെ നിൽക്കണം. അന്നേരം ആയി വരുമോ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് ശോഷിച്ച് പോകല്ലേ. ഇവിടെ ഇലയെല്ലാം പോയില്ലേ, ഇത് ഇത്രയും നിൽക്കുമല്ലോ. ഇത്രയും ഇവിടുന്ന് മുറിച്ചങ്ങ് എടുക്കുവാണെങ്കിൽ അത്യാവശ്യം ഒടിക്കരുത് തൈക്ക് ഏലെന്ന്. അങ്ങനെ എടുക്കാവുള്ളൂ. എന്നിട്ട് ഇതിന് വെള്ളം ഒഴിക്കണം. ഇതങ്ങ് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ചീര വന്നാലും കുഴപ്പമില്ല. ഒരു കരിയാപ്പ നിൽക്കുന്നിടത്ത് വിത്ത് വീണിട്ട് ഒരു തൈ ചീര ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അത് ഞങ്ങൾ ഇത്രയും നാൾ മുറിച്ചൊന്നും കളഞ്ഞൊന്നും ഇല്ലായിരുന്നു. അതിൽ നിന്ന് ഇലയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് മൂത്തു കുറേ ആയി. ഇനിയിപ്പോൾ അത് വെട്ടിക്കളയാനുള്ള പരിവായിട്ടുണ്ട് കേട്ടോ. മമ്മി അത് വെട്ടിക്കളയണം, അല്ലെങ്കിൽ ഈ കരിയാപ്പ് അഴുക്കായി പോകും എന്നൊക്കെ പറയുമായിരുന്നേ. കണ്ണിപ്പൊടി പോയോ? ഞങ്ങൾക്കൊന്നും എത്തുന്നില്ലാത്തതുകൊണ്ട് അക്കുവിനെ കൊണ്ട് പറപ്പിക്കുന്ന കോവയ്ക്ക. കാണിച്ചേമേ. കോവയ്ക്കൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നേ. മസാല ബോണ്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ചായയൊക്കെ കുടിച്ചു. ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി. ഇച്ചിരി കൂടെ കുഴി വേണം. അടി കട്ടിയാണോ? മതി. കളിക്കുവാ. നിനക്ക് 5-ാം തീയതിയാ തുറക്കുന്നേ? ഒരു ചേമ്പിൻ്റെ തടയുണ്ട്, അത് നടാൻ വേണ്ടിയിട്ടോ ഞാൻ കുഴിയെടുത്തത്. ഇത് ചാണകത്തിൽ മുക്കണോ ഏട്ടേ? മുക്കണം. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി വെള്ളം ഒഴിക്കണോ ഏട്ടേ? വെള്ളം വേണ്ട. ഭയങ്കര ഉറപ്പായതിനെ കിളയ്ക്കാൻ കിട്ടുന്നില്ലായിരുന്നു. അതിന് ഇച്ചിരി വെള്ളം ഒഴിച്ചതാ. മുള മേളിലേക്കോ? ചാണകപ്പൊടി ചാരോ? ചാണകപ്പൊടിയല്ലേ?
ചാണകപ്പൊടിയും പിന്നെ വളവും എല്ലാം കൂടെ മിക്സാക്കി വെച്ചതാട്ടോ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കരിയില ഇടുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് മണ്ണിട്ട് മൂടുന്നത്. പിന്നെ ചേമ്പിൻ്റെ തട ചാണകവെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ടാട്ടോ സാധാരണ നടുന്നത്. ഇപ്പം ചാണകവെള്ളം മിക്സാക്കിയത് ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ അങ്ങനെ മുക്കിയില്ല കേട്ടോ. കടയിൽ നിന്ന് മേടിച്ച ഉരുളക്കിഴങ്ങ, അതിങ്ങനെ മുള വരുമല്ലോ നമ്മളിങ്ങനെ കുറച്ച് നാൾ വെച്ച് കഴിയുമ്പോൾ, അങ്ങനെ ഉള്ള ഉരുളക്കിഴങ്ങ എടുത്ത് നടുന്നത് കേട്ടോ. ഇതിനകത്ത് പിന്നെ മണ്ണും പിന്നെ വളവും ചാണകപ്പൊടിയും കരിയിലയും എല്ലാം കൂടെ മിക്സാക്കിയത്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് മുറിക്കുന്നൊന്നുമില്ല, മുഴുവനോടെ അങ്ങ് നടുക കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ചാക്കിൽ 2 എണ്ണം വരെ നടാം അല്ലേ ഏട്ടേ? 3 എണ്ണം നടാം. പിന്നെ വലുതാണെങ്കിൽ മുറിക്കണോ? മുറിക്കുമ്പോൾ അഴുക്കാവും. മുഴുവനോടെ നടന്ന നല്ലത്. എളുപ്പം പിന്നെ കായ് കൂടുതൽ കിട്ടാനും ഫുള്ളായിട്ട് നടന്ന നല്ലതെന്നാ ചേട്ടായി പറയുന്നത്. കിഴങ്ങ് കൂടുതലുണ്ടാവാം. വൈകുന്നേരം ഓരോരോ കൃഷിപ്പണികളൊക്കെ ആയിരുന്നുകൊണ്ട് വെള്ളം ഒഴിക്കാൻ താമസിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അയ്യോ ഷെക്കാനെ പോസ് ചെയ്ത് നോക്ക്.